ഹലോ ഫ്രണ്ട്സ്, ഞാൻ രഞ്ജി മാസ്റ്റർ. ടെക് ആൻഡ് ട്രിക്സ് ഫോർ സ്റ്റുഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വീട്ടിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന, അതായത് നമ്മൾ കിച്ചണിലായാലും ഗാർഡനിലായാലും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ആ ഉപകരണം. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം.
നമ്മുടെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഈ ഉപകരണം റെഡി ആയി കഴിഞ്ഞു. അപ്പം നേരത്തെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കണ്ടു കാണും, ഇതിൻ്റെ ഉള്ളിൽ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ടോയ് മോട്ടറാണുള്ളത്. അതുപോലെ തന്നെ ഇത് PVC പൈപ്പ് കൊണ്ടാണ് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കൂടിയുണ്ട്. അപ്പം നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് ബാറ്ററി കൊണ്ടും ഇത് പ്രവർത്തിപ്പിക്കാമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതിനെ ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉള്ള പഴയ നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അറ്റത്ത് ഞാൻ ഇങ്ങനെയുള്ളൊരു സാധനം ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഈ റേഡിയോൻ്റെ ഒക്കെ ഒന്നിച്ച് കിട്ടുന്ന സാധനമാണ്. ആംപ്ലിഫയറിൻ്റെ ഇപ്പോൾ നമുക്ക് റേഡിയോയിൽ കുത്തുന്ന സാധനമാണ്. അത് ഇത് ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗം ഇവിടെയാണുള്ളത്. അപ്പം നമ്മൾ മെയിലും ഫീമെയിലും, അപ്പം നമ്മൾ ഇതിലാണ് നമ്മൾ കയറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കുക. നമുക്ക് അന്നേരം DC കറണ്ടിലാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പം അത് ഞാൻ മറ്റൊന്ന് ഉണ്ടാക്കി തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ട് മരത്തിനെ കൊണ്ടൊരു പ്ലാറ്റ്ഫോമാണ്. നടുവിൽ 2 ആണി ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സാധനം നമുക്ക് ഏത് തരത്തിലും കടത്തിയിട്ടും കുത്തനെയും ചരിച്ചിട്ടൊക്കെ വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്കിത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ദ്വാരം ഉണ്ടാക്കിയിരുന്നു നേരത്തെ തന്നെ. ആ ദ്വാരം നമുക്കിതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചോളൂ. ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് നമ്മളുടെ ഇവിടെ നമുക്കിങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ ഇത് കുറച്ച് കഴിഞ്ഞ് ഇതിലൊന്നും സംഭവിക്കില്ല. കണ്ട ഒരു ഭാഗത്തേക്ക് ചരിച്ചിട്ടാണ് വെക്കേണ്ടത്. നമുക്ക് ഇങ്ങനെയും വെക്കാൻ സാധിക്കും. ഒരു ഭാഗത്തേക്ക് ചരിച്ച് വെക്കുന്നത് ഇതുപോലെ നമുക്ക് വെച്ച് ഇവിടെ ഇങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമുക്കിതിന് ഇനി കുത്തനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഞാനൊരു സംവിധാനം ആക്കിയിരുന്നു. അത് നമുക്കിവിടെ വെച്ച് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് കുത്തനെ വെക്കാം. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ഫാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം കറണ്ട് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ ഇവിടെ ബാറ്ററിയുടെ ഒരു സ്വിച്ചാണുള്ളത്. ഇത് നമുക്ക് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതുപോലെ നമുക്ക് കാറ്റ് കൊള്ളാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ മറ്റൊന്നാണ് ഇത് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു മൊബൈൽ ചാർജർ വെച്ച് ഇതെവിടെയാണ് കുത്തേണ്ടത്. ഇവിടെ നമ്മൾ കുത്തിയാൽ അപ്പം ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളുണ്ട് എന്നാണ് പ്രത്യേകത. അതായത് വീട്ടിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗ്രൈൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ഗാർഡനിങ്ങിലൊക്കെ അങ്ങനെയുള്ള കുറേ വിവിധോദ്ദേശങ്ങളായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ ഒരു കൊച്ചു ഉപകരണം കൊണ്ട് നമുക്ക് സാധിക്കുമെന്നാണ് പ്രത്യേകത. നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഇതിന് 500 രൂപയാണ് എനിക്കിതിന് ചിലവായിട്ടുള്ളത് മൊത്തം. ഇത് കാണുമ്പോൾ ഒരു 1500 രൂപയുടെ മതിപ്പ് കാണുന്നില്ലേ. അപ്പോൾ അതിനെക്കാട്ടിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നത് എന്നാണ് ഒരു പ്രത്യേകത. അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം. ഇതൊരു ബ്രഷാണ്. അതായത് ഈ കുപ്പിയുടെ ഉൾഭാഗം അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഉൾഭാഗം ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ്. ഇതിങ്ങനെ കറക്കിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ അറ്റത്ത് ഞാനിങ്ങനെ ഒരു സ്കെച്ച് പെന്നിൻ്റെ ഒരു ബോഡി ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. അത് നമുക്കിങ്ങനെ അഴിച്ചെടുക്കാനൊക്കെ സാധിക്കും. അതിങ്ങനെ ഉറപ്പിച്ചിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്യാണ്ട്, അപ്പോൾ ഇവിടെ ഞാനൊരു റീഫില്ലറിൻ്റെ ഒരു അറ്റം ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ മോട്ടറിൻ്റെ അറ്റം നമുക്കവിടെ കയറ്റി വെക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് കുപ്പിയിൽ ഇട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് നമുക്കിങ്ങനെ കറക്കാം. ഇത് ഞാനൊരു ബാറ്ററിയിലാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കറണ്ടിലൊന്ന് കൊടുത്തു നോക്കാം. കറണ്ടിൽ കൊടുത്തപ്പോൾ അതിൻ്റെ സ്പീഡ് ഉണ്ട്. അപ്പം ഇങ്ങനെ വളരെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല ഉപകരണങ്ങളും ഇതിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ മറ്റൊന്ന് കൂടി കാണിച്ചു തരാം. ഇത് നമുക്ക് ഇങ്ങനെ ഉരിയെടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ അടുക്കളയിലുള്ള കിച്ചണിലുള്ള ടൈൽസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഇതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ നടുവിലായിട്ട് ഞാൻ ചെറിയൊരു ദ്വാരമാക്കിയിട്ട് റീഫില്ലറിൻ്റെ ഒരു കഷ്ണം അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ മോട്ടറിൻ്റെ അറ്റം ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നല്ലപോലെ കണക്ട് ചെയ്യാം. ഇതുപോലെ അപ്പം ഞാനത് ബാറ്ററിയിൽ നമുക്കൊന്ന് ചെയ്ത് വെക്കാം.
ഫ്രണ്ടിലൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ നല്ല സ്പീഡിൽ ചെയ്യാൻ കഴിയുന്നത്. എന്താ നമുക്ക് വളരെ ഈസി ആയിട്ട് നിഷ്പ്രയാസം നമുക്കിതിങ്ങനെ പല ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഇത് വെച്ചുകൊണ്ട് ടൈൽസൊക്കെ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിച്ചണിലൊക്കെയുള്ള ടൈൽസും അതുപോലുള്ള മേശയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വൃത്തിയാക്കാൻ സാധിക്കുന്നതായിട്ട് അതായിരിക്കും ഉപയോഗിക്കുക. അതിപ്പം ലേഡീസ് ആയാലും കുട്ടികളായാലും വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കുന്നത്, വളരെ വേഗം ക്ലീനാക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതുപോലെ നമുക്ക് പെട്ടിൻ്റെ കുറ്റി അതുപോലെ തന്നെ കുപ്പിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വൃത്തിയാക്കാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതായത് ഗ്രൈൻഡിങ്, കട്ടിങ് അതുപോലുള്ള മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഈ സിമ്പിൾ ഉപകരണങ്ങളോട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് പരമാവധി പ്രോത്സാഹനം നൽകണം. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുവരെ